പ്രൈസ് ലോ. എനിക്ക് പണ്ടൊരു DSLR ക്യാമറ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ക്യാമറ വെച്ച് ടെക്സസിലൊരു ബ്ലൂ ബോണറ്റ് എന്ന് പറഞ്ഞ ഒരു പൂക്കളുണ്ടാവും. അപ്പോൾ അത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ നീലക്കുറിഞ്ഞി പോലുള്ള ഇത് വരും. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ദിവസം അവിടെ പിള്ളേരെ കൊണ്ടുപോയി പിക്ചർ എടുത്തു. ഫോണിലും എടുത്തു, ഈ DSLRയിലും എടുത്തു. അത് കഴിഞ്ഞ് അപ്പം DSLRയിലെടുത്ത് നല്ല പിക്ചറായിരുന്നു. നല്ല കളറും കോൺട്രാസ്റ്റും ലൈറ്റിങ്ങും ഒക്കെ നല്ലതായിട്ട് ശരിക്കും വന്നപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനേ. അപ്പം എനിക്കിഷ്ടപ്പെട്ട പിക്ചറുകളെല്ലാം ഞാൻ സേവ് ചെയ്ത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് വലുതായിട്ട് കാണാൻ രസമുണ്ടെങ്കിലും പക്ഷേ അവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവരെല്ലാം പറയുന്നത് വേറൊരു പിക്ചറാണ് നല്ലത് എല്ലാവരും പറഞ്ഞു. ആദ്യത്തെ 1-2 പറഞ്ഞു തുടങ്ങിയപ്പം എനിക്ക് ഇത് ആയി തുടങ്ങി, ഇതിലേതാ. അപ്പോൾ ഞാൻ പിന്നെ കുറേ ആൾക്കാരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ പറയും ഈ പിക്ചർ കളറും കോൺട്രാസ്റ്റും എല്ലാം ലൈറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും പക്ഷെ ആ പിക്ചറിൻ്റെ അകത്തിരിക്കുന്ന ആ വ്യക്തി, അതായത് പിള്ളേർ ചിരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, നല്ല അത്. അപ്പോൾ ആ പിക്ചർ ആരെപ്പറ്റിയാണ് എടുത്തത്, അവർ ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ പിക്ചറിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ. കളറും കോൺട്രാസ്റ്റും ലൈറ്റും ഒന്നുമല്ല അതിലേക്ക് ഏറ്റവും വലുത് ആ പിക്ചറാണ്. ആ പിക്ചറുള്ള വ്യക്തി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച് ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ അത് വന്നപ്പോൾ തൊട്ടാണ് എനിക്ക് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറയണം, സന്തോഷിപ്പിക്കണം, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത്. പക്ഷേ ഒത്തിരി ബാരിയേഴ്സ് ഉണ്ട്. പക്ഷെ അപ്പം ഇതേപോൽക്കാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം. ഇന്ന് ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാൻ സമയം കിട്ടുവാണ് ചെയ്യുക. എനിക്ക് സമയം വീക്ക് ഡേയ്സിലൊന്നും ജോലി പിള്ളേരോട് കിട്ടിയില്ല. പിന്നെ വീക്കെൻഡ് ആയപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, ഇച്ചിരിയേറെ ചിന്തിക്കാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നടന്നില്ല. ഓക്കെ, പക്ഷേ ഇന്ന് ഞാൻ രണ്ടും കൂടെ റെക്കോർഡ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഹോളി സ്പിരിറ്റിനെ പറ്റി തുടങ്ങാം. ആദ്യം ഹോളി സ്പിരിറ്റിൻ്റെ വീഡിയോ എടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് ജനസിസിൻ്റെ എടുക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ആരാണ് ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് തൃത്വത്തിലെ മൂന്നാമൻ അല്ലെങ്കിൽ നമ്മുടെ ദൈവം. ഓക്കെ, ഹോളി സ്പിരിറ്റിനെ ദൈവമായിട്ടാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. പിന്നെ തൃത്വത്തിലെ ട്രിനിറ്റിയിലെ മൂന്നാമത്തെ ആൾ